ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആ ഒരു സുമിയുടെ അമ്മാവൻ വന്ന് ഈ വക്കീലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, മഹേഷിൻ്റെ വക്കീലിൻ്റെ മുന്നിൽ. അപ്പോൾ എന്താ അമ്മാവ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് ഒരാളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ആരെക്കുറിച്ചാണ് അമ്മാവൻ അറിയേണ്ടത്? പറയൂ, അമ്മാവനോടൊന്ന് ഇരിക്കുക. എനിക്ക് ആകാശ് മേനോനെ കുറിച്ചാണ് അറിയാനുള്ളത്. ഇത് കേട്ട വക്കീലൊന്ന് ഞെട്ടുകയാണ്. ആകാശ് മേനോനെ കുറിച്ചോ? അതെ, ആകാശ് മേനോൻ്റെ കേസിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ കേസ് നിങ്ങളാണ് ഏറ്റെടുത്തുനിന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആകാശ് മേനോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് എനിക്ക് അറിയാമായിരുന്നു മേഡം, അതുകൊണ്ടാണ് ഞാൻ മേഡത്തിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്നും ഈ അമ്മാവൻ പറയുകയാണ്. അല്ല, ആകാശ് മേനോനെ കുറിച്ച് പറയാനുള്ള കാരണം അത് പിന്നെ എനിക്കൊരു അന്തരവളുണ്ടായിരുന്നു, സുമി എന്ന പേര്, സുമിന്ന് ഞങ്ങൾ വിളിക്കും. ആ കുട്ടിക്ക് അച്ഛനോ അമ്മയോ ഒന്നുമില്ല. എനിക്ക് ആ കുട്ടിക്ക് ഞാനും മാത്രമേ ഉള്ളൂ. എൻ്റെ ആശ്രയവും ആ കുട്ടി തന്നെയാണ്. സുമി എനിക്ക് സാമ്പത്തിക ഇടപാടുകളൊക്കെ കിടന്നിട്ടുണ്ട്, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഇടക്ക് അവളുടെ പൈസയോ അല്ലെങ്കിൽ അവളെക്കുറിച്ച് അറിയുകയോ അവൾ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ അവളെ വിളിക്കുകയും ചെയ്തു, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെയാണ് അവൾ നിന്നിരുന്നേച്ച് ആ ഒരു വീട്ടിലേക്ക് പോയത്. ആകാശ് മേനോൻ്റെ വീട്ടിലാണ് ഈ പെണ്ണ് നിന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് മേനോന് ആരും പറയാത്തൊരു കാര്യമാണ് എന്നോട് പറഞ്ഞത്. എന്താ ആകാശ് മേനോൻ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വേറൊന്നുമല്ല, സുമിത ഇവിടെ ഇല്ല, സുമിത ദുബായിലേക്ക് പോയി, ദുബായിൽ പോയി അവൾക്ക് ഇഷ്ടമുള്ള ഒരാളായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്, ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ ഉപേക്ഷിച്ചാണ് അവൾ അങ്ങോട്ട് പോയിരിക്കുന്നത് എന്നൊക്കെയാണ് എന്നോട് ആകാശ് മേനോനും പറഞ്ഞത്. അല്ല, അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും എന്തിനാണ് അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നത്? പക്ഷേ മേഡം, ഞാൻ ഈ സുമിതയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അയാൾ ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് എനിക്ക് കുറേ പൈസ തരും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഇനിയും പൈസ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്നൊക്കെയാണ് അയാൾ എന്നോട് പറഞ്ഞത്. അതെന്തിനു വേണ്ടിയാണ് മേഡം? ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയും പൈസ അയാൾ മുടക്കുന്നത്? അപ്പോൾ ഇതിലെന്തൊക്കെയൊരു കള്ളത്തരമുണ്ടെന്ന് എനിക്ക് തോന്നി മേഡം. എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയണം. സുമിത എവിടെയാണ്? അവളൊക്കെ എന്ത് പറ്റി? ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ ആകാശ് മേനോനും ഭാര്യയും താമസിച്ചിരുന്ന വീട്ടിലാണ് അവളും താമസിച്ചത്. പക്ഷേ ഇപ്പം ഞാനിവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ഒന്നും അറിയാത്ത രീതിയിലാണ് പറയുന്നത്. സുമിത പിന്നീട് വിളിച്ചിട്ടില്ല, ആരോടും ഒന്നും പറയാതെയാണ് പോയത് എന്നൊക്കെയാ ആകാശ് മേനോനോട് എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ വക്കീൽ പറയാണ്, അമ്മാവനൊരു കാര്യം ചെയ്യുക, അമ്മാവനൊരു കംപ്ലൈൻറ്റ് കൊടുക്കുക, ഒരു പോലീസിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക, പോലീസുകാരെ അന്വേഷിക്കട്ടെ. ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അമ്മാവ, കാരണം ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അമ്മാവൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അമ്മാവൻ ഉടനെ തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക. മോളെ, അത് പിന്നെ എനിക്ക് ഈ പോലീസുകാരായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതുമല്ല, എനിക്കതിനുള്ളൊരു സ്വാധീനം ചെലുത്താനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാനൊരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, വളരെയേറെ ദാരിദ്ര്യത്തിൽ കഴിയുന്നൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്ക് കടവും രോഗവും മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ വക്കീലൊരു കോള് വരികയാണ്. അപ്പോൾ കോളിൻ്റെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മാവനോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ വക്കീൽ ഇറങ്ങി പോവുകയാണ്. അപ്പോഴും ഈ അമ്മാവനൊരു സംശയം തോന്നുകയാണ്. അപ്പോൾ ആകാശ് മേനോൻ ആള് ഫ്രോഡാണ്. അപ്പോൾ ആകാശ് മേനോൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അതാണ് ഇനി കണ്ടെത്തേണ്ടത്. സുമിതയ്ക്ക് എന്ത് സംഭവിച്ചോ എന്ന് ഈ അമ്മാവന് തിരിച്ചറിയണം എന്നുള്ളൊരു വാശി അമ്മാവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരികയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആദിയാണ്. അപ്പോൾ ആദിയാണെങ്കിൽ ഡ്രസ്സെല്ലാം ഇങ്ങനെ മടക്കി വെക്കുക. അപ്പോൾ ഡ്രസ്സെല്ലാം ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ രചന കയറി ചെല്ലുകയാണ്. അപ്പോൾ രചന കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രചന കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് ആദിക്ക്. അപ്പോൾ ആദ്യം കണ്ടുകഴിഞ്ഞപ്പോൾ ചോദിക്കണം, മോനെ നീ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് പോകാനുള്ള തയ്യാറെടുപ്പെടുത്ത് നിൽക്കുകയാണല്ലേ, കോടതി വിധി എന്താണെന്ന് പോലും വന്നിട്ടില്ലല്ലോ, അതിനു മുമ്പ് തന്നെ നീ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയല്ലേ മോനെ? മഹേഷിൻ്റെ അടുത്തേക്ക് നിന്നെ വിട്ടുകൊടുത്തിട്ടില്ലല്ലോ കോടതി, അതിനു മുമ്പ് തന്നെ നീ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അപ്പം മമ്മിയെ വിട്ട് പോകാനായിട്ട് അത്രയും വലിയ ആഗ്രഹമാണോ മോന്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം പറയണം, എന്തിനാ മമ്മി ഇത് കാത്തു നിൽക്കുന്നത്? കോടതിയുടെ മുമ്പാകെ ഞാനൊരു കാര്യം പറഞ്ഞതാ, എനിക്കെൻ്റെ ഡാഡിയോടൊപ്പം പോകാനാണ് ഇഷ്ടമെന്ന്, ഡാഡിയോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്ന്. അപ്പം പിന്നെ കോടതി വിധി എന്താണെന്ന് ഇനി ആകാംക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്
ഡാഡിയോടൊപ്പം പൊയ്ക്കോ എന്ന് തന്നെയായിരിക്കും കോടതി പറയാനായിട്ട് പോകുന്നത്. അതിലിനി കൂടുതൽ നമ്മൾ ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മമ്മി. മോനെ നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നിയത്? ഇത്രയും കാലം നീ എൻ്റെ ഒപ്പം ജീവിച്ചു, നിനക്ക് വേണ്ടിയാണ് ഈ മമ്മി ജീവിച്ചത്. നിന്നൊരു നുള്ളു നോവ് കൊണ്ട് മമ്മി വേദനിപ്പിച്ചിട്ടുണ്ടോ? നീ ഇന്ന് ചിന്തിച്ച് നോക്കും മോനെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മമ്മി എൻ്റെ കാര്യമൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, ഏത് രീതിയിലാണ് ജീവിച്ചതെന്നും മമ്മി നോക്കുന്നില്ല. മമ്മി എത്ര തെറ്റുകളാണ് ഡാഡിയോട് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്, അതെല്ലാം മമ്മി ആലോചിക്കുന്നുണ്ടോ? ഇതിനെല്ലാം കർമ്മ എന്നൊരു സംഭവമില്ലേ മമ്മി? അതാണിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. കർമ്മഫലം അനുഭവിച്ചേ മതിയാവുള്ളൂ മമ്മി. അത് മമ്മിക്ക് തിരിച്ചടി തന്നെ കിട്ടും. ഈ ആകാശങ്ങളെക്കുറിച്ച് മമ്മിക്ക് ശരിക്കും അറിയില്ല. അയാൾ എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ല. ഞാൻ പല കാര്യങ്ങളും മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും എൻ്റെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് മമ്മി തയ്യാറായില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഡാഡിയോടൊപ്പം പോകേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ അവനെ പല പ്രാവശ്യം മമ്മിയോട് പറഞ്ഞല്ലേ നമുക്ക് ഇവിടെ നിന്ന് താമസം മാറാം എന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. എന്നിട്ട് എൻ്റെ വാക്കുകൾ എന്തെങ്കിലും മമ്മി കേട്ടോ? ഇല്ലല്ലോ മമ്മി അത് കേൾക്കാനായിട്ട് മമ്മിക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഈ മകൻ്റെ വേദന എന്താണെന്ന് മമ്മി അറിഞ്ഞില്ല. ഇനിയും എന്നെ ഇവിടെ പിടിച്ച് നിർത്തരുത് മമ്മി, എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇനി മമ്മി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിനി ദുരിതം സഹിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഡാഡിയോടൊപ്പം പോകണം. അതിനു വേണ്ടി തന്നെയാണ് ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് മമ്മി എൻ്റെ മുന്നിൽ വരാൻ നിൽക്കണ്ട. ഇനി ഞാൻ മമ്മിയുടെ ഒരു വാക്കും കേൾക്കില്ല. മോനെ മമ്മി ഇല്ലാതെ നീ ഇല്ലാതെ മമ്മിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. അത് നീ എന്താ മനസ്സിലാക്കാത്തത്? നീയല്ലേ എൻ്റെ ജീവൻ. മമ്മി എന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറ്റാനായിട്ട് സാധിക്കില്ല മമ്മി. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ. ഞാൻ പല കാര്യങ്ങളിലും മമ്മിയുടെ ഇതിൽ ഞാൻ വീണു പോയിട്ടുണ്ട്. ഇനിയും ഞാൻ എല്ലാം സഹിച്ച് പിടിച്ച് നിൽക്കണമെന്നാണോ പറയുന്നത്? ഒരിക്കലും അതിനെക്കൊണ്ട് സാധിക്കില്ല മമ്മി. അതെന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം. മമ്മി പോകാൻ നോക്ക്. അങ്ങനെ ആദിയുടെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. രചന അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടുക. പക്ഷേ രചനയുടെ കണ്ണീര് നമ്മുടെ ആദിയെ വല്ലാതെ തളർത്തുകയാണ്. ആദിക്ക് ഭയങ്കര സങ്കടമുണ്ട് മമ്മിയെ വിട്ട് പോകുന്നതിന്. പക്ഷേ ഇനി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം എന്നെ തന്നെ കൊല്ലുമെന്ന് ആദിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. അപ്പോൾ മഹേഷ് നേരെ വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും രാമനും സ്വപ്നവരും കൂടി ചോദിക്കണം, എന്തായി മോനെ കാര്യങ്ങളെല്ലാം? ആദ്യം നമുക്ക് തന്നെ കിട്ടുമല്ലോ അല്ലേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. കാരണം അവൻ അതേപോലുള്ള ഡയലോഗുകളാണ് അവിടെ പറഞ്ഞത്. ആകാശ് മേനോനാണെങ്കിൽ അവനെ താറടിച്ച് ഒരു വല്ലാത്തൊരു രീതിയിൽ അവിടെ കോടതിയുടെ മുൻപാകെ ആക്കി കളഞ്ഞായിരുന്നു രചനയ്ക്കും. അപ്പോൾ അവനെ വിട്ടുകിട്ടണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ആദ്യം അവിടെ പറഞ്ഞത്, എനിക്ക് ആകാശ് അങ്കിളിനൊപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല, എനിക്ക് എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ആപത്താകും. പല പ്രാവശ്യം ആകാശ് അങ്കിളെ എന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെതായ പല കാര്യങ്ങളും അവിടെ കോടതിയുടെ മുന്നിൽ നമ്മുടെ ആദി നല്ല ഉഷാറോടെയാണ് പറഞ്ഞത്. ഇത് കേട്ട അവർക്ക് പോലും അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. എന്തിന്? ആകാശിന് വേണ്ടി വാദിച്ച വക്കീൽ പോലും അവിടെ അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഈ ഒരു പ്രായത്തിൽ എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അമ്മേ. അതുകൊണ്ട് നമുക്ക് ആദ്യം വിട്ട് കിട്ടും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര ആശ്വാസം തോന്നിയിട്ടുണ്ട്. എവിടെ ഇഷിത എവിടെയെന്ന് ചോദിച്ചപ്പോഴേക്കും ഇഷിത റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. എൻ്റെ ദൈവം നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇഷിതയുടെ മനസ്സ് താളം തെറ്റി പോയാനായിരുന്നു. ഇഷിതയുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ലായിരുന്നു. അവളുടെ മനസ്സ് ആകെ തളർന്നു പോയാനായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ ആഗ്രഹം ഏതെങ്കിലും സാധിച്ചാൽ പ്രാർത്ഥന കേട്ടല്ലോ. ഇതിലും ആദ്യം കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുടുംബം അടിപൊളിയാകും മോനെ എന്ന് സ്വപ്നവല്ലി പറയുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് നേരെ ഇഷിതയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇഷിതയുടെ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് എണീക്കുക. അപ്പോൾ അമ്മ പറഞ്ഞത് താൻ കിടന്ന് ഉറങ്ങുവാണെന്നാണല്ലോ, ഇതെന്ത് പറ്റി? ഞാൻ കിടക്കുമായിരുന്നു മഹേഷേ. മഹേഷിൻ്റെ ശബ്ദം കേട്ടു, അതുകൊണ്ടാണ് ഞാൻ എണീറ്റത്. എന്തായി മഹേഷ് കാര്യങ്ങൾ? താൻ വിചാരിച്ചതുപോലെ തന്നെയാണോ കാര്യങ്ങൾ? വിധി നമുക്കിത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നാളെ ആദ്യം സ്വന്തമാക്കാനായിട്ട് സാധിക്കുമല്ലേ? അതേന്നേ, എനിക്കറിയായിരുന്നേ. പിന്നെ മഹേഷേ, എനിക്കൊരു ടെൻഷനുമില്ല. എന്നെ ആദ്യം വിളിച്ചിട്ട് അവിടെ നടന്ന സകല കാര്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് എത്രമാത്രം സന്തോഷം അറിയാവോ എൻ്റെ മഹേഷേ. എനിക്കതുകൊണ്ട് ഒരു ടെൻഷനുമില്ല. അമ്മയൊക്കെ പറഞ്ഞു കാണും ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെയൊന്നുമല്ല, ഓരോരോ കാര്യങ്ങൾ എൻ്റെ മോനെന്നെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. അതിൽ പല സന്തോഷം എനിക്ക് വല്ലത് കിട്ടാനുണ്ടോ? ഇനി നാളെ കോടതിയുടേതാണല്ലോ, അതോടുകൂടി തന്നെ എല്ലാം അവസാനിക്കും എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകണം. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും കോടതിയിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കേട്ടിരിക്കണം. അപ്പോൾ ഈ ജഡ്ജി ഇങ്ങനെ പറയുകയാണ്, കുട്ടിയുടെ
ആ ഒരു ആവശ്യത്തിനനുസരിച്ചും അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളനുസരിച്ചും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഈ ആകാശം എന്ന് പറഞ്ഞ ആ വ്യക്തി ഈ ആദിയുടെ അമ്മ, പെറ്റമ്മ, ആ അമ്മയോടൊപ്പം കഴിയുന്നതായിട്ട് ഇപ്പം ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ ആദിക്ക് അവിടെ ഒരു സംരക്ഷണം ഇല്ല. ഈ കുട്ടിയെ സംരക്ഷിക്കുന്ന രീതിയിൽ തൻ്റെ പെറ്റമ്മ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് കേട്ട രചനയാണെങ്കിൽ ആകെ കരഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ആകാശ് മേനോനെ കുറിച്ച് ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നാണ് ഞങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ പറയുമ്പോഴും ഈ ആകാശ് കുട്ടിയെ ഒരു ക്രൂരനായ ഒരു കുട്ടിയായിട്ട് ചിത്രീകരിക്കുകയാണ് ഞങ്ങളുടെ മുന്നിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ആകാശിൻ്റെ കൂടെയോ രചനയുടെ കൂടെയോ ഈ കുട്ടിയെ വിടാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. കുട്ടിയുടെ ഇഷ്ടപ്രകാരം തന്നെ കുട്ടിയെ സ്വന്തം അച്ഛൻ്റെ കൂടെ വിട്ടുകൊടുക്കാനാണ് കോടതി നിയമിച്ചിരിക്കുന്നത് എന്നും കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദിക്കും മഹേഷിനും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ആകാശിനും അതിൽ സന്തോഷമാണ്. കാരണം ആകാശിൻ്റെ വക്കീലും കൂടി കളിച്ച കളിയാണല്ലോ ഇത്. അപ്പോൾ രചനയ്ക്ക് രചനയെ തകർക്കുന്നൊരു രീതിയിലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. രചന അവിടെ കിടന്ന് പൊട്ടിക്കരയാണ്. ആകാശം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ നമ്മുടെ മഹേഷും ആദിയും അതേപോലെ തന്നെ കെട്ടിപ്പിടിച്ച് അവരൊരു സ്നേഹപ്രകടനം നടത്തുകയാണ്. ഇനി തനിക്ക് തൻ്റെ അച്ഛൻ്റെ ഒപ്പം ജീവിക്കാലോ എന്നൊരു സന്തോഷമാണ് കൊച്ചിൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ആ ഒരു കേസെല്ലാം അവിടെ കഴിഞ്ഞു. ആദി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും രചന വരുന്നു. രചന ആദിയുടെ മുന്നിൽ, മോനെ, ഇത്രയും നാള് മമ്മി നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്, എന്നിട്ട് കോടതിയുടെ മുമ്പാകെ മമ്മിയെ തള്ളി പറഞ്ഞില്ല നീ. ഈ മമ്മിയുടെ കണ്ണീര് നിനക്ക് കാണാനായിട്ട് സാധിച്ചില്ലല്ലോ. നിനക്ക് നിന്റെ ഡാഡിയുടെ ഒപ്പം പോകണമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായടാ എല്ലാ കാര്യങ്ങളും. ഇഷിത ഇവിടെ ജയിച്ചിരിക്കുന്നത് മമ്മിയെ തകർക്കാനുള്ള എല്ലാ തന്ത്രപ്പാടുകളും അവൾ ചെയ്തു. ഇപ്പോൾ ഒടുവിൽ ഇഷിത ജയിച്ചു. നിന്റെ സ്വന്തം മമ്മി ഇവിടെ തോറ്റു തുന്നം പാടിയിരിക്കുകയാണ്. സ്വന്തം മകനെ പോലും നഷ്ടപ്പെട്ട് പെരുവഴി നിൽക്കുന്നൊരവസ്ഥയിലാണ് മമ്മി ഇവിടെ നിൽക്കുന്നത്. മമ്മിക്ക് ഇപ്പം ഇനി ആരുണ്ടടാ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ട് ആദ്യം കരഞ്ഞു പോവുകയാണ്. മമ്മി ഒരിക്കലും അങ്ങനെ പറയാൻ നിൽക്കരുത്. ഞാൻ മമ്മിയെ സങ്കടപ്പെടുത്തിയത്, മമ്മിയുടെ കണ്ണീര് കാണില്ല എന്ന് അങ്ങനെ പറയാൻ നിൽക്കരുത് മമ്മി. കാരണം മമ്മിയെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും നാള് ഞാൻ ആ വീട്ടിൽ പിടിച്ചു നിന്നത്. പക്ഷേ ഇപ്പോഴും മമ്മി ചോദിക്കുന്നില്ല നിന്റെ പ്രശ്നം എന്താണ്, നീ പോകാനുള്ള കാരണം എന്താണ് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നില്ല. ഇപ്പോഴും മമ്മിയുടെ ഭാഗം മാത്രമാണ് മമ്മി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം മമ്മി ശ്രദ്ധിക്കും. പക്ഷേ എൻ്റെ വേദന എന്താണെന്ന് മമ്മി ചിന്തിക്കുന്നില്ല. ആ വീട്ടിൽ ഓരോ നിൽക്കും തോറും ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ മമ്മി, ആകാശങ്ങൾ എന്നെ കൊല്ലും മമ്മി. എനിക്കെൻ്റെ ജീവൻ തിരിച്ചു വേണ്ടേ. എനിക്ക് ഡാഡിയോടൊപ്പം നിന്നാൽ മാത്രമേ എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടുള്ളൂ മമ്മി. ഇനി അയാളോടൊപ്പം നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ല മമ്മി എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഡാഡിയോടൊപ്പം പോകേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു മമ്മിയെ കണ്ണീര് കുടിപ്പിക്കണമെന്നോ മമ്മിയെ ദുഃഖത്തിൽ ആഴ്ത്തണമെന്നോ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല മമ്മി. പക്ഷേ എൻ്റെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറയും നമ്മുടെ ഭൂമിയിൽ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന്. സ്നേഹമുള്ളിടത്താണ് സ്വർഗവും. ഈ കുറ്റങ്ങളും കുറച്ചിലും പറഞ്ഞ് മറ്റുള്ളവരെ കൊല്ലാനും വേദനിപ്പിക്കാൻ നടക്കുന്നവരാണ് വീട്ടിലാണ് നരകവും എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ മമ്മി, ഈ ആകാശങ്ങളുടെ വീടില്ലേ, എനിക്കൊരു നരകമായിരുന്നു, നരകം. കാരണം അവിടെ മമ്മിയും ആകാശങ്ങളും കൂടി എൻ്റെ ഡാഡിയെ തകർക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇഷിതാമ്മയുടെ വീട്ടിൽ അവരെല്ലാവർക്കും സ്നേഹമാണ്. അവരാരെയും കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കില്ല. അതാണ് എൻ്റെ സ്വർഗം. ഞാൻ ആ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് മമ്മി. എനിക്ക് നരകത്തിലേക്ക് ഇനി വരണ്ട മമ്മി. പിന്നെ ഡാഡിയെ എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ട് മമ്മി. പക്ഷേ ഡാഡി എപ്പോഴെങ്കിലും മമ്മിയെ ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടുണ്ടോ? മമ്മിക്കൊരു ആപത്ത് പറ്റി കഴിഞ്ഞപ്പോഴേക്കും ഡാഡി ഓടി വരികയല്ലേ ചെയ്തത്. മമ്മിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നില്ലേ. ഡാഡിയുടെ 2 മക്കളെ പ്രസവിച്ച മമ്മിയോട് ഡാഡിക്ക് എപ്പോഴും ബഹുമാനം മാത്രമാണ് മമ്മി. പക്ഷേ മമ്മിക്ക് അതില്ല. മമ്മിക്ക് ആകാശങ്ങളുടെ വേദവാക്യം അതുമാത്രം മമ്മിയുടെ മുന്നിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇങ്ങനെ കാരണം. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നും പറയാനില്ല മമ്മി. പക്ഷേ ആകാശങ്ങളുടെ തനി നിറം മമ്മി കാണും. അയാൾ കാണിക്കുന്ന ഇപ്പോഴത്തുള്ള മുഖമില്ലേ, അതല്ല അയാളുടെ യഥാർത്ഥ മുഖം. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ള അയാൾ പല കള്ളങ്ങളും മറച്ചു വെച്ചിട്ടാണ് മമ്മി കഴിയുന്നത്. അത് മമ്മിയുടെ മുന്നിൽ എപ്പോഴെങ്കിലും തെളിയും. അപ്പം മമ്മിക്ക് തോന്നും ഡാഡിയായിരുന്നു ശരിയെന്ന്. ആ ഒരു ദിവസം വരും മമ്മി എന്ന് പറയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.